അപ്പോഴേ തോമ ഈ മീനിന്റെ വില പറ. ഓ എന്നാ വില മുതലാളി, മുതലാളിക്ക് 2 മീൻ തരുന്നതിന് കൊച്ച മീൻ എടുത്ത് അപ്പുറത്തോട്ട് കൊണ്ടുപോയാട്ടെ. എന്നാ തോമയുടെ ഇഷ്ടം പോലെ. നീ ഇത് എടുത്തുകൊണ്ട് പോയി വല്ല വറുക്കുകയോ ഒരിക്കയോ ഒക്കെ ചെയ്, വല്ലതും ഒക്കെ ചെയ് പോ. അപ്പോഴേ തോമ പുറമ്പോക്കിലെ താമസമൊക്കെ എങ്ങനെ ഇരിക്കുന്നു? അങ്ങനെ നടക്കണു മുതലാളി. തോമയ്ക്ക് മുതലാളിയോട് ഒരു സങ്കടം പറയാനുണ്ടായിരുന്നു. എന്തോന്നാ? തോമയുടെ മോക്ക് ഒരു കല്യാണ ആലോചന വന്നിട്ടുണ്ട്. കൊള്ളാം, നടക്കട്ടെ. ഒരു 500 രൂപ സ്ത്രീധനം വേണമെന്നാ അവര് പറയണേ. മുതലാളി ഒരു 500 രൂപ തന്ന് സഹായിക്കണം. ഇവിടുത്തെ കൂലിപ്പണി തന്ന് അത് വീട്ടാ, അല്ലെങ്കിൽ ഒരു നോട്ട് എഴുത. നോട്ടും പത്രം ഒന്നും വേണ്ട തോമ. തോമ കല്യാണം ഉറപ്പിച്ചോ? പണം എപ്പോഴാണോ ആവശ്യം അപ്പൊ എന്നെ ഒന്ന് കണ്ടാലോ. ഈ ഉപകാരം തോമ മറക്കത്തില്ലേ? ഇതിലൊക്കെ എന്തോന്നിരിക്കുന്നു തോമ. തോമ പൊയ്ക്കോ, പണം ആവശ്യമുള്ളപ്പോ ഇങ്ങോട്ട് വന്നാ മതി കേട്ടോ. അറിയേ എന്റെ കർത്താവേ, ഇത് ആരാണ്? തോമാച്ചനാ? കുറച്ച് മീന്. മീനാ? ഇതെവിടെയാണ്? ഞാൻ വീശാൻ പോകും. ഒത്തിരി മീൻ കിട്ടി. ഒരു വിധം നിനക്ക് തരാന്ന് വിചാരിച്ചു. വരട്ടെ. തോമാച്ചന് അങ്ങോട്ട് പോവാണോ? നീ പോണം. ഇങ്ങോട്ട് വാ. ഞാൻ കുളിച്ചു വന്നില്ല, രാവിലെ ഇറങ്ങിയതാ. ഇങ്ങോട്ട് വന്നിട്ട് പോ തോമാച്ച. തിടുക്കമുണ്ടെന്നേ. ഇങ്ങോട്ട് വന്നിട്ട് പോവാനേ. വാ തോമാച്ച. നിർബന്ധം. തോമാച്ചന്റെ ഇങ്ങോട്ടേക്ക് ഞാൻ ഇപ്പൊ വന്നേക്കാം. ഞാൻ ഇച്ചിറ മീൻ കൊണ്ട് തന്നതിന് ഇതൊക്കെ എന്തിനാണെന്ന് അറിയേ? മീനിന്റെ കാര്യം പോകട്ടെ, 100-300 രൂപ വിലയുള്ള എന്റെ കണ്ണമ്മേനെ രക്ഷിച്ച തോമാച്ചനെ ഞാൻ എന്നാ തന്നാ മതിയാകും. തോമാച്ചനെ ഒന്ന് സൽക്കരിക്കാൻ വേണ്ടി ഞാൻ അന്ന് മുതൽ കാത്തു വെച്ചോണ്ടിരിക്കുന്നതാണ്. അങ്ങോട്ട് ഇരിയുന്നേ, ഇതൊന്ന് കുടിച്ചേ. എന്നിട്ട് ഈ അപ്പം കോഴിയിറച്ചിയും കൂടെ ഒന്ന് തിന്നേ. കാണട്ട്, ഇന്ന് വൈകുന്നേരം ചുട്ട അപ്പമാണ്, ചൂട് മാറി കാണുകയില്ല. തിന്നണേനെ കൊണ്ടൊന്നുമില്ല, പക്ഷേങ്കില് ഈ ചാരായം കുടിച്ചെന്ന് തറതി അറിഞ്ഞാ. ഓ, ഇത്തിരി ചാരായം കുടിച്ചെന്ന് വെച്ച് തറതി അടിച്ച് വഴക്കൊന്നും ഉണ്ടാക്കാൻ വരികയില്ല. ദേ, ഇതങ്ങാണ്ട് കുടിച്ചേ. നല്ല ഒന്നാം തരം നാടൻ സാധനമാ തോമാച്ച. മരുന്നിട്ട് മാറ്റിയതാ, നീർക്കെട്ടിനൊക്കെ ഫസ്റ്റാ. അങ്ങോട്ട് കുടിക്കേ. ആണുങ്ങളായ ഇത്തിരി കള്ളും ചാരായം ഒക്കെ കുടിച്ചെന്നിരിക്കും. അതിനൊക്കെ പെണ്ണുങ്ങൾ ഇങ്ങനെ വഴക്കുണ്ടാക്കാൻ തുടങ്ങിയ എങ്ങനെയാണ്? പക്ഷെ തറതിയുടെ പോക്കൊന്ന് വേറെ. അവൾക്ക് എന്ത് കണ്ടാലും കരിയ. അത് ശരീരപ്രകൃതത്തിന്റേതായിരിക്കും. അതല്ല മറിയേ, അവൾക്ക് ഒന്നിനും മേല വലിവല്ലേ അവൾക്ക്. അയ്യോ പാവം. എന്നാ ഇതും കൂടെ അങ്ങോട്ട് കുടിച്ചിട്ട് ആ ഇറച്ചി അങ്ങോട്ട് വാരി തിന്നെ. സാധനം ഫസ്റ്റാ മറിയേ. എന്താണ് കൊണ്ടാ? കൊള്ളുന്നുണ്ട്. എന്നാ ഇതും കൂടെ അങ്ങോട്ട് ചെല്ലട്ടെ. ഇപ്പ എങ്ങനെ ഇരിക്കണ്? നല്ല സുഖം, കറങ്ങണം. ഞാൻ പറഞ്ഞില്ലേ, നീർക്കെട്ടിന് ഒന്നാം തരവാ. എടി മറിയേ, നീ ഇങ്ങോട്ട് വാ, ഞാൻ അടുത്തോട്ട് വാ. എന്നതാണ് തോമാച്ച? നിന്റെ മേത്ത് എന്നതാടി മണക്കുന്ന? ഞാനിന്ന് വൈകുന്നേരത്താണ് കുഴമ്പ് പുരട്ടി കുളിച്ചത്, അതിൻ്റെതായിരിക്കും. ആ, പറഞ്ഞ പോലെ ഇങ്ങനെ ഇരുന്നാ മതിയാ? എന്നാ വേണം? കുറച്ചും കൂടെ ഒഴിയന്നേ. വേണ്ട, ഇത് തന്നെ കൂടുതലാ. അല്ലെങ്കിലും വീട്ടിൽ പോകണ്ടേ? ഓ, അത് സാരമില്ലെന്നേ. അല്ലെങ്കിൽ തന്നെ ഒരു ദിവസം ഇപ്പൊ വീട്ടിൽ പോയില്ലെങ്കിൽ എന്താണ്? വീട്ടിൽ പോവാണ്ട് അപ്പോ ഞാനും ഒരു മനുഷ്യത്തി അല്ലേ തോമാച്ച? തോമാച്ചും പിന്നെ
ഇത്ര പേടിക്കണത് എന്നാത്തിനാണ്? എനിക്ക് മര്യാദ പേടിയില്ല. പറതി എങ്ങാനോ ഇതറിഞ്ഞാ അതെങ്ങനെ അറിയാനാണെന്നേ? തോമാറ്റും പറയാതിരുന്നാ മതി, ഞാൻ ഒട്ടും പറയുകയില്ല. എന്നാ പിന്നെ എന്നാ ഇതുകൂടെ അങ്ങോട്ട് കുടിയല്ലേ? നീ കൂടെ കൂടി, അല്ലാണ്ട് ഒരു രസവുമില്ല. തോമാറ്റം പകുതി കുടിച്ചിട്ട് ഇങ്ങോട്ടതാ. എടാ കുരുത്തം കേട്ടവനെ, പോയി കിടന്ന് ഉറങ്ങാം. ചെല്ലു മറിയേ, ആ കൊച്ചിനൊന്ന് ഉറക്കി കിടന്നു. ഉറങ്ങിക്കോളും. തോമാറ്റിന് അവിടെ ഇരിക്കല്ലേ? പോയി കിടന്ന് ഉറങ്ങടാ, കറക്കത്ത് കേട്ടവനെ. അവനെ വഴക്ക് പറയാതെ മറിയേ, പാവം കൊച്ച്. അല്ലേ തോമാറ്റം പോവുകയാണോ? നീ കൊച്ചിനെ ഉറക്കി കിടത്ത്. എന്നെ കാത്ത അമ്മണി ഉറങ്ങാതിരിക്കും. ഞാൻ പോട്ടെ. ഉറങ്ങാൻ കണ്ട ഒരു നേരം. അപ്പൊ കറിയാച്ചനുള്ള കാലം ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയാനാണോ വിചാരിച്ചേക്കണേ? എന്നൊന്നുമില്ല, കർത്താവ് എന്തെങ്കിലും നിശ്ചയിച്ചിട്ടുണ്ടാവും. എല്ലാം അവിടുത്തെ നിശ്ചയം പോലെ നടക്കും. ഇല്ലാണ്ട് മനുഷ്യരാശിക്കണത് വല്ല നടക്കാൻ പോണുണ്ട. ആഴങ്ങളില്ലാത്ത പ്രതികരിക്കുന്നത് അപ്പുറത്തെ കറിയാച്ചേട്ടനാണ് അപ്പച്ച. കറിയാച്ചേട്ടനാണ് അപ്പച്ച. ഓ, നമ്മുടെ ലൂക്കാലിയായി. എന്താണാ കറിയ ഈ നേരം ഇങ്ങോട്ട്? ദേ വിവരക്കേട് പറയണത് കേട്ടില്ലേ? ഉണ്ണാൻ വിളിച്ചു വരുത്തേച്ചും ചോദിക്കുന്ന വർത്താനം കേട്ടില്ലേ? ആ, ഞാൻ അതങ്ങ് മറന്നുപോയി. നീ ക്ഷമിച്ചേരാ കറിയ. എടാ ലൂക്കാലി, നീ അങ്ങ് ക്ഷമിച്ചേരാ. കറി അവിടെ വന്നിരിക്കാൻ തുടങ്ങിയിട്ട് എന്തും വേണ്ട നേരം ആയെന്നറിയാവോ? എന്തും വേണ്ട ആയി. ഇതുവരെ എങ്ങാണ്ടൊക്കെ നടന്നുള്ള പുളിച്ച കള്ളും കയറ്റി വെച്ച് വന്നിരിക്കും. നിന്റെ അപ്പനാണ് ഈ പുളിച്ച കള്ളു കുടിച്ചത്. എടേ, ഞാൻ നല്ല പഷ്ട് ചാരായ തെങ്ങിന്റെ വാറ്റ. എന്തെങ്കിലും ആവട്ടെ, അങ്ങോട്ട് എവിടെങ്കിലും ഒന്ന് ഇരിക്കും. കറിയാക്കി വിശക്കുന്നുണ്ടാവും. എന്നാ വിളമ്പടി ചോറ്. വിശക്കണറിയാ. എന്നാ ലൂക്കാലി ഒന്ന് ക്ഷമിച്ചുകളാ, താമസിച്ചു. ഞാൻ വെള്ളം പോകല്ല. ഓ, നീ ഒട്ടാത്തോണ്ട കറിയേ. എന്നാ അങ്ങോട്ട് വാരി നിറച്ച് ഉണ്ണ. ചുമ്മാ വിരിയടാ ലൂക്കാലി. ഉണ്ണ ഉണ്ണ. ഇത് സറുതി വെച്ച കറിയാ, ഫസ്റ്റ് കറിയാണ്. എടീ സറുതി, അമ്മയ്ക്ക് മീൻ കൊടുത്തോടി. ഇപ്പഴാ ഓർക്കണേ, അമ്മച്ചി ഊണ് കഴിഞ്ഞ് ഉറക്കായി. ആ, തൊക്കത്തില്ല. എന്റെ അമ്മച്ചിക്ക് ഞാൻ മീൻ കൊടുക്കും. അമ്മച്ചി, അമ്മച്ചി, എന്താ അമ്മച്ചി? അമ്മച്ചി എന്നാ മീന് തിന്ന്. അമ്മച്ചി, മീന് തിന്ന്, മതിയാവോളം തിന്ന്. അയ്യോ, അതിനെ വലിച്ചു പൊക്കാതെ, അത് അവിടെങ്ങാനും കടന്നാട്ടെ. നീ ഓടി ചൂല. അമ്മച്ചി, അമ്മച്ചിയുടെ പൊന്നോ വീശി കൊണ്ടുവന്നതാ. എന്നാ നീ എന്നെ കൊല്ലാൻ തുടങ്ങുവാന്നോടാ മാശൂലം പിടിച്ചവനെ. അമ്മച്ചി കിടന്നോ. അയ്യോ, എന്റെ പൊന്നു മോളല്ലേ കിടക്കണേ. അപ്പത്തെ മറന്നു പോയടി മോളെ. അയ്യോ, നിങ്ങൾ അവിടെ ഒരു മനുഷ്യനെ, അതാരോ കള്ളുകുടിയന്മാർ. അങ്ങനെ അല്ലല്ലോ, എന്റെ വീട്ടിന്റെ നടയിൽ കൂടെ ഇടാ. നിങ്ങൾ അവിടെ ഇരുന്ന് ചോറ് തരും. കറിയ, നീ ചോറയുന്നു. നീ ചുമ്മാ ചോറയുന്നു. അവന്റെ ഇന്ന് ആരാ സൽക്കരിച്ചേ? ആരായ നിനക്കെന്താ? പെണ്ണിനെ വല്ലയിടത്തും കെട്ടിച്ചു വിട്ടിട്ട് ഇനി കുടിക്കുവെള്ളെന്ന് ആണയിട്ട് പറഞ്ഞില്ലായിരുന്ന? ആണയൊക്കെ ഇടും, ചിലപ്പോ ഇച്ചിരി കുടിച്ചൊന്നും ഇരിക്കും. പെണ്ണിനെ ഞാൻ കെട്ടിച്ചു വിടുമോടി? ഞാൻ എന്റെ വിഷമം കൊണ്ട് വല്ലതും ഒക്കെ പറഞ്ഞു പോണതാ കേട്ടോ. നീ വിഷമിക്കാതിരി തെറുതി, ഞാനല്ലേ ഇരിക്കണത്. നീ കിടന്ന് ഉറങ്ങ.